ഹായ്, ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരി ഒട്ടും ചേർക്കാണ്ട് റവയും മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പാണ്. അതിന് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് റവ എടുത്തിരിക്കുന്നത്. റവ എടുത്ത അതേ കപ്പിൽ പകുതി മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്ത അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 3 അച്ച് വലിയ ശർക്കര എടുത്താൽ മതി. ഞാൻ 2 വലിയ അച്ച് ശർക്കരയും ഒരു ചെറിയ 2 പീസാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഇത് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാവായി വരട്ടെ. ശർക്കര പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരാൻ വെയിറ്റ് ചെയ്യണം. അപ്പത്തിൻ്റെ മാവിലേക്ക് കുറച്ച് തേങ്ങ നെയ്യിൽ താളിച്ച് ചേർക്കുന്നുണ്ട്. അതിന് ഞാൻ ചെറിയ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർക്കാം. തേങ്ങ കുറച്ച് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എള്ള് ചേർക്കാം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയൊരു സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു പിഞ്ച് കരിഞ്ജീരകവും ഞാൻ ചേർക്കുന്നുണ്ട്. കരിഞ്ജീരകം ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഒരു പിഞ്ച് കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര പാനി ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂട് കുഴപ്പമില്ല, നല്ല ചൂട് വേണ്ട. അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ശർക്കര പാനി ചേർത്ത് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിനോടൊപ്പം 4-5 ഏലക്ക തൊലി കളഞ്ഞതും ഒരു 1/2 സ്പൂൺ വലിയ സ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. മാവ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. അരമണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അരമണിക്കൂറും അതിൽ കൂടുതലും വെക്കുന്നത്, എത്ര കണ്ട് മാവ് വെക്കുന്നു അത്രയും നല്ലതാണ്. ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരളവിൽ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച്. അത് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ യോജിക്കും. എൻ്റെ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. മാവ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.
ലാസ്റ്റ് ബാച്ച് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.